ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൊമ്മാസ് കിച്ചൻ. അപ്പോൾ പിക്ചർ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്നൊരു ക്ലീനിങ് സെക്ഷനാണ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി നമ്മളൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെയ്ത് കണ്ടപ്പോൾ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്ലീൻ ചെയ്തിരിക്കേണ്ട ഒന്ന് രണ്ട് സംഗതികളുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ടാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കൂടുതൽ പറയുന്നില്ല, എല്ലാം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾക്ക് ഇതും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. ഇപ്പൊ നമുക്ക് ഊണുമുറിയുടെ വാഷ് ബേസിൻ ക്ലീൻ ചെയ്യാം. കറുത്ത ഉറുമ്പ് നടക്കണം. ഹാൻഡ് വാഷ് ഇങ്ങനെ മാറ്റി വെക്കുവാണേ, ഇങ്ങോട്ട് വെക്കാം. എന്നിട്ട് സോപ്പ് പൗഡർ ഇടുക ആദ്യം. വലിയ ചെളിയില്ലാത്തോണ്ട് കുറച്ചത് മതിയായിരിക്കും. കുറച്ച് സോപ്പ് പൊടി ഇട്ട് കൊടുക്കുക. എന്തുകൊണ്ടാണോ കഴിയണമെന്ന് വെച്ചാൽ അത് ഇടുക. നമ്മളിടുന്ന സോപ്പ് പൗഡർ നമ്മൾ ഇട്ടു ഇല്ലേ. എന്നിട്ട് ഒന്ന് നനച്ചു കൊടുക്കുക സ്വല്പം. കണ്ട ഇത് പളപളാന്ന് തിളങ്ങണ കാണാം. ഇതിൽ വലിയ അഴുക്കും ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. എപ്പോഴും ക്ലീൻ ആക്കി ഇടണമല്ലേ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷ് ബേസിൻ, ഈ അടുക്കളയിൽ പാത്രം കഴുകണ സിങ്കും വാഷ് ബേസിനും ടോയ്ലറ്റും എപ്പോഴും നല്ല നീറ്റായിരിക്കണം. കിച്ചൺ പ്രമിസസും ടോയ്ലറ്റുമാണ് എപ്പോഴും നീറ്റായിരിക്കണം. ഡ്രോയിങ് റൂമോ മറ്റുള്ള സിറ്റ് ഔട്ടോ ബാക്കിയുള്ള സംഗതികളൊക്കെ ഇച്ചിരി മോശമായിട്ട് കിടന്നാലും ഈ സംഗതികൾ എപ്പോഴും ക്ലീൻ ആയിരിക്കണം. ഏത് വീട്ടില് ഹൈജീനിക് ആയിട്ടിരിക്കണം എപ്പോഴും. ഇനി നോക്കിക്കോട്ടെ. ഈർക്കിളി എടുത്തോണ്ട് വരാട്ടോ. ആ ഹോള് കുത്താൻ, ഹോളിലുള്ള മാലിന്യം ഇവിടെ ഇങ്ങനെ അടപ്പ് ഇതിനില്ല. അപ്പം നമ്മളെപ്പോഴും അത് ഹോള് കുത്തി ക്ലീൻ ചെയ്തിടണം. നമുക്ക് ഈർക്കിളി കൊണ്ട് കുത്തി കാണിക്കാം. ഇനി തുറക്കാം. ഇതൊക്കെ വർഷങ്ങൾ പഴക്കമുള്ള സിങ്ക, അല്ല സിങ്കം പൊട്ട വാഷ് ബേസിനാണ്. ഇത് ഞാൻ ഈ നിർക്കിളി കൊണ്ട് കുത്തി ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കണ പരിപാടി അടുക്കള വർക്ക് ഏരിയയുടെയും അടുക്കളയുടെയൊക്കെ സിങ്കിലും ചെയ്യാറുണ്ട്. അന്നേരം പറയാൻ മറന്നുപോയി. അവിടെ ഇങ്ങനെ ഒരു അടപ്പ് പോലെ കവറിങ് ഉള്ളതുകൊണ്ട് പിന്നെ അത്രയും ഇത് വരൂല. ഇവിടെ ഈ കവറിങ് ഇല്ല. ഇതിന് ഉണ്ടായിരുന്നു, അത് കാലപ്പഴക്കം കൊണ്ട് പോയതാട്ടോ. ഈ ഇവിടെ നിന്നൊരു ഇതുപോലെ വന്നൊരു ഓർക്കണില്ലേ, ഒരു മാല പോലെ കിടന്നേച്ചൊരു അടപ്പുണ്ടായിരുന്നത് പോയപ്പോൾ പിന്നെ എടുത്ത് മാറ്റിയതാ പഴകിയിട്ട്. കണ്ടതേ വെള്ളം ഒഴിച്ചു. ഇനിയാണ് നമ്മുടെ ടെക്സ്മ. അതെ, ടെക്സ്മ എല്ലാവർക്കും അത് യൂസ് ചെയ്യും. അതെപ്പോഴും വൈകിട്ട് ഇങ്ങനെ ആക്കിയിട്ട് രാവിലെ നല്ല നമ്മൾ ഉപയോഗിക്കുന്ന ഇങ്ങനെയുള്ള സംഗതികളൊക്കെ വൈകിട്ട് ക്ലീൻ ചെയ്തിടണം. അപ്പം രാവിലെ നല്ല നീറ്റായിരിക്കും. വളരെ ഫ്രഷായിട്ട് എല്ലായിടവും കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. നമുക്കൊരു പ്രത്യേക എനർജി കിട്ടും. ഇത് മതി. ഇത്രേ ഉള്ളൂ പരിപാടി. പളപളാന്ന് തിളങ്ങണുണ്ടോ? ഉള്ളതിൽ വൃത്തിയാക്കുക അല്ലേ, ഉള്ളതിൽ സന്തോഷം കാണുക എന്ന് പറഞ്ഞ പോലെ. അപ്പം ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതാണ് വർക്ക് ഏരിയയിൽ ഞാൻ സ്ഥിരം യൂസ് ചെയ്യണ സിങ്കും ബെർത്തും. ഇതൊക്കെ ഒരുപാട് പഴയതാട്ടോ. ഇതൊക്കെ 10-20 വർഷം പഴക്കമായ ബെർത്താണ്. 20 അല്ല, ഒരു 25-28 കൊല്ലെങ്കിലും പഴക്കമുള്ളതാണ് ഇത്. സിങ്ക് ഒരു 9 അല്ല, ഇത് സിങ്ക് മാറ്റി വെച്ചിട്ടൊരു 8-9 കൊല്ലം ആയിട്ടുള്ളൂ. അപ്പം ഇതെന്നാ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ റഫായിട്ടാണ് ഞാൻ ചെയ്യണേ. കാരണം ഇത് മാർബിളിന്റെ പീസാണ് പണ്ടത്തെ. അപ്പം അത്ര പോളിഷ്ഡ് ഇതൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ച സ്ക്രബ് അല്ല, സ്റ്റീലിന്റെ സ്ക്രബാണ്. അതിൽ ഒന്ന് നനയ്ക്കും. എന്നിട്ട് കണ്ടോട്ടാ, മറ്റേ സോപ്പ് പൊടി തന്നെ ഇവിടെ ഇട്ട് സോപ്പ് പൊടി തന്നെ ഇട്ട് കൈ കൊണ്ട് തന്നെ ഞാൻ കഴുകണം. ഇവിടെയാണ് ഞാൻ സ്ഥിരം കഴുകണം, എൻ്റെ വാസസ്ഥലം. ഇവിടെ ആകുമ്പോൾ വിസ്തൃതമായിട്ട് സ്പേസ് ഉണ്ട്. ഡെയിലി കഴുകുമോ? ആ, ഡെയിലി കഴുകും. ഇതിലൊക്കെ ഈ പണ്ടൊക്കെ ആയി. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇത്രയും 30 വർഷത്തോളം പഴക്കമുണ്ടെന്ന് പറയുമ്പോൾ ഊഹിക്കാലോ നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. അതിൻ്റെതായ വിഷയങ്ങളൊക്കെ ഇതിലുണ്ടാവും. പാത്രമൊക്കെ കഴുകി വയ്ക്കുന്നതിൻ്റെ ഓരോ പാടുകളൊക്കെ കാണാം. അതെന്ത് ചെയ്താലും അങ്ങനെ പോകില്ല. പിന്നെ പഴയ പീസുമല്ലേ ഇത്.
ഇച്ചിരി വെള്ളം ഒഴിക്കാം. ഇനി ഞങ്ങൾ പാത്രം കഴുകണം. ഞാൻ കാണിച്ചു തരാം. ഇത് കഴുകി കഴിയുമ്പോൾ ഒരു ബെർത്തുണ്ട് ഇവിടെ വെക്കാനായിട്ട്, ഈ ജഗ്ഗും പിന്നെ ഇത് അത് പിന്നെ കാണിച്ചു കൊടുക്കാം, എടുത്ത് കാണിച്ചു കൊടുക്കാം. അതല്ല വേറെ തട്ടയിൽ വെക്കണ കാണിച്ചു കൊടുക്കാതെ മറ്റേ ബെർത്തേല് അല്ല ഇത് അത് ഞാൻ എടുത്ത് വെച്ച് കാണിച്ചു തരാം. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പച്ച സ്ക്രബ് എടുക്കണേ. അത് ഒരു ആവശ്യത്തിന് എടുത്തോണ്ട് വരാം. ഇവിടെ ഉണ്ട് പച്ച സ്ക്രബ് എടുത്ത് വെച്ചതേ. പച്ച സ്ക്രബ് എടുത്തു. ഇത് ഇവിടെ ഇടാം. കണ്ടോട്ടോ, ദേ ഈ സിങ്ക് ഇതൊക്കെ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഈ സിങ്കിന്റെ അല്ല ഈ ടൈലിന്റെ പഴക്കം. ഇപ്പൊ ഈ രീതിയിൽ ടൈലില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇത് ഫിറ്റ് ചെയ്തതൊരു 30 കൊല്ലം ആയിട്ടുണ്ട്. ആ ടൈമിൽ ഫിറ്റ് ചെയ്തപ്പോൾ പിടിപ്പിച്ചേക്കണതാണ് ഈ ടൈല്. അതുകൂടാതെ അന്നേരം ഇവിടെ ഉള്ള ഷെൽഫ് അല്ല സിങ്ക് വേറൊരു സിങ്കായിരുന്നു, വൈറ്റ് കളറുള്ള. അപ്പൊ ആ സിങ്ക് മോശമായപ്പോൾ മറ്റവിടത്ത് സിങ്ക് പിടിപ്പിച്ച സമയത്ത് ഒരു 7 കൊല്ലത്തോളമായി. അന്നേരം ഇവിടെ വാഷ് ബേസിനെ മാറ്റി ഈ സ്റ്റീലിന്റെ ഒരു സിങ്ക് പിടിപ്പിച്ചതാണ്. അപ്പൊ ഇവിടെ ആകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ പാത്രം കഴുകാൻ നല്ല സൗകര്യം, എനിക്ക് സ്ഥലമുണ്ട്, കഞ്ചക്ഷൻ ഇല്ല. ഇവിടെ ഒന്നും കഴുകിക്കോട്ടെ. സോപ്പ് പൊടി ഇട്ടതല്ലേ അവിടെ. എന്റെ പണി കണ്ടോട്ടോ. ഇനി എല്ലാരും ചിരി വരും. ഇവിടെ എനിക്ക് വിസ്തൃതാന്ന് ഞാൻ പറഞ്ഞില്ലേ, അടുക്കളയിൽ അങ്ങനെ ഒഴിക്കാൻ പറ്റൂല. നെൽത്തേക്കൊക്കെ വീണ വിഷയം. ഇതാകുമ്പോൾ വർക്ക് ചെയ്യാകുമ്പോൾ വെള്ളം വലിയ കിട്ടിക്കോളും മക്കൾ. ഇത് കണ്ടോട്ടോ. ഇവിടെ സ്പോഞ്ചൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഇങ്ങനെ കൈകൊണ്ട് തന്നെ അങ്ങ് ഇതാക്കും. അതുപോലെ തന്നെ ചെയ്യണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി സോപ്പ് പൊടി ഇങ്ങോട്ട് ഇവിടെ ഇടാം നമുക്ക്. ഞാൻ വെച്ചാൽ അവിടെ വെള്ളം ഒഴുകുമല്ലേ. എന്നിട്ട് ഞാൻ എന്നാന്നറിയാമോ, അതെ സോപ്പ് പൊടി ഇതേ. ഇപ്പൊ വെള്ളം ഇല്ലെങ്കിൽ ഞാൻ ഇതിലേക്ക് തന്നെ സോപ്പ് പൗഡർ ഇടാം. ഏത് സോപ്പ് പൗഡർ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അതേ കണ്ടോട്ടോ. അതെ അതങ്ങ് കഴുകും. ഇതെല്ലാ ദിവസവും വൈകിട്ട് കഴുകിയിടും കേട്ടോ. എല്ലാ ദിവസവും ഇവരുടെ പാത്രങ്ങൾ അത്താഴമൂണ് കഴിഞ്ഞ് കഴുകി കഴിഞ്ഞാൽ ഇവിടെ കഴുകി നീറ്റാക്കിടും. അപ്പം രാവിലെ നല്ല വൃത്തിയായിട്ടിരിക്കും വരുമ്പോൾ. ഇത് സ്ഥിരം യൂസ് ചെയ്യണ ഇതായതുകൊണ്ട്. എന്നിട്ട് ഒരു തുള്ളി ലോഷനും ഒന്ന് ഒഴിച്ചേക്കും. അപ്പം നീറ്റായിട്ട് കിടക്കും. ഇവിടെ പാത്രം കഴുകാനായിട്ട് ഇങ്ങനെ ഞാൻ വെക്കും. അവിടെ ഡിഷില് സോപ്പ് പൊടി അങ്ങനെ ഒരു തുള്ളി ടെക്സ്മ. നമ്മുടെ ടെക്സ്മയാണ് സ്ഥിരം നമ്മുടെ പരിപാടി. നീറ്റായിട്ട് കിടക്കും. ഞാനൊരു ഇത് പറഞ്ഞായിരുന്നു പ്രേക്ഷകരോട്. പാത്രം കഴുകി വെച്ച് വെക്കാനുള്ള ഈ ജഗ്ഗും സോസ്പാൻ 2 ഒരു ജഗ് ചായ കൂട്ടാൻ, പിന്നെ 1 കപ്പ ഇതെല്ലാം അടുക്കി അങ്ങിരുന്നോളൂ. അപ്പൊ എന്നോട് എപ്പോഴും പറയും എന്റെ മോനെ ആരുടെയെങ്കിലും മേത്ത് കൊള്ളു കേട്ടോ. അതാ പിന്നെ ഇവിടെ സാധാരണ യൂസ് ചെയ്യണ പാത്രം ഇങ്ങനെ വെച്ച് സ്പൂൺ സ്റ്റാൻഡ് ഇതാക്കി. ഇത് നമുക്ക് വിശദമായിട്ട് പിന്നെ കാണിക്കാം. അപ്പൊ ഇതാണ് ഈ ക്ലീനിങ്. ഇനി പാത്രം കഴുകാനായിട്ട് ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ഈ പച്ച നല്ല സ്ക്രബാണ്. അത് മോശമായി കഴിയുമ്പോൾ ഞാൻ ഇട്ട് വെക്കും, എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് ഉപകരിക്കും എന്ന് ഓർത്താ. അതിലേക്ക് ഈ സ്പോഞ്ച് വെക്കും. ഇവിടെ കഴുകണ സാധനങ്ങൾ അതെ സ്റ്റീൽ സ്ക്രബ് ഇങ്ങനെയാണ് ഇതിൽ വെക്കണത്. എന്നിട്ട് എവിടെയാ വെക്കണെന്നറിയോ? അതെ ഞാൻ എപ്പോഴും കാണാനല്ല കണ്ണ കഴിച്ച. അപ്പൊ ഞാൻ വെറുതെ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്ത.